നമ്മുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഏകദേശം 1990 2000 കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ CRT ടിവികളിലേക്ക് കയറിക്കൂടിയ മാരിയോ എന്നൊരു ഗെയിം ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഗെയിം ഒരു വിനോദം എന്നതിലുപരി ഒരു അനുഭവമാക്കി മാറ്റാനും മാരിയോ എന്ന ഗെയിമിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. പക്ഷേ ഈ മാരിയോ ഗെയിം കമ്പനിയുടെ വളർച്ചയെ വലിയ രീതിയിൽ തകർത്ത മറ്റൊരു കോർപ്പറേറ്റ് പ്രതികാരം നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതികാരം നടത്തിയത് മറ്റാരുമല്ല, അത് ഇന്ന് ലോകം ഭരിക്കുന്ന സോണി എന്ന കോർപ്പറേറ്റ് കമ്പനിയാണ്. ഇതൊരു കോർപ്പറേറ്റ് പ്രതികാരത്തിന്റെ മാത്രം കഥയല്ല, ഇന്ന് ഇത്രയും വലിയ ഗെയിമിംഗ് ഇൻഡസ്ട്രി നിലനിൽക്കുന്നതിന്റെ പിന്നിലെ ഒരു ചരിത്രവും കൂടിയാണ്. സൂപ്പർ മാരിയോ എന്ന ഗെയിമിന്റെ പിന്നിലുണ്ടായ ഒരു പ്രതികാരം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ 1970 കാലഘട്ടങ്ങളിൽ അന്ന് ഗെയിമിംഗ് ഇൻഡസ്ട്രി ഭരിച്ചിരുന്ന അറ്റാരി എന്നൊരു വലിയ കോർപ്പറേറ്റ് കമ്പനിയെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. 1972 നോളാൻ ബുഷ്നെല്ലും ടെഡ് ഡാബ്നിയും കൂടി കാലിഫോർണിയയിലാണ് അറ്റാരി എന്ന ഗെയിം കമ്പനിക്ക് തുടക്കമിടുന്നത്. ടെഡ് ഡാബ്നി ഒരു മികച്ച ഹാർഡ്വെയർ എഞ്ചിനീയറും നോളാൻ ഗെയിമിംഗ് എന്ന സാങ്കേതിക വിദ്യയിൽ കഴിവ് തെളിയിച്ചവരായിരുന്നു. 1972 ഇവരുടെ പോങ് എന്ന ഗെയിം വലിയ വിജയകരമായി തീർന്നിട്ടുണ്ട്. പക്ഷേ പോങ് എന്ന ഗെയിം ഉണ്ടായിരുന്നത് ആർക്കേഡ് സിസ്റ്റങ്ങളിലായിരുന്നു. അന്ന് ആളുകൾ ഗെയിമിങ്ങിനായി കൂടുതലും ഉപയോഗിച്ചിരുന്നത് ആർക്കേഡ് സിസ്റ്റങ്ങളായിരുന്നു. ഇത് കൂടുതലും പബ്ലിക് പ്ലേസുകളിലാണ് ഉണ്ടായിരുന്നത്. അതായത് കോയിൻ ഇട്ടാൽ ഗെയിം കളിക്കാൻ കഴിയുന്ന വലിയ മെഷീനുകളായിരുന്നു അന്നുണ്ടായിരുന്ന ആർക്കേഡ് സിസ്റ്റങ്ങൾ എന്നത്. ഇന്ന് പല മാളുകളിലും നമുക്ക് ഈ ആർക്കേഡ് സിസ്റ്റം കാണാൻ സാധിക്കുമെന്നതാണ്. പക്ഷേ ആർക്കേഡ് സിസ്റ്റങ്ങളുടെ പ്രധാന പ്രശ്നം എന്നത് അന്ന് എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരുന്നതും അതുപോലെ തന്നെ വലിയ തിരക്കും ഒരു ഗെയിം കഴിഞ്ഞാൽ പിന്നെയും കോയിനിട്ട് കളിക്കേണ്ടി വരുന്നതും ഈ സിസ്റ്റത്തിൽ നിന്ന് VCS അതായത് വീഡിയോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് പുതിയ ഗെയിമുകൾ റിലീസ് ചെയ്യുകയും ചെയ്തു. ഈ ഗെയിമിംഗ് കൺസോൾ സിസ്റ്റം വന്നതോടുകൂടി ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ വലിയൊരു വിപ്ലവമാണ് ഉണ്ടായത്. അതായത് ആളുകൾക്ക് സ്വന്തം പേഴ്സണൽ സ്പേസിലിരുന്ന് ഏത് ഗെയിമും എത്ര സമയം വേണമെങ്കിലും കളിക്കാനുള്ള ഒരു സാധ്യതയാണ് VCS എന്ന സാങ്കേതിക വിദ്യ തുറന്നിട്ടത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ VCS ഗെയിമിംഗ് കൺസോൾ എന്നത് അഡാരി നിർമ്മിച്ച അഡാരി 2600 എന്നതാണ്. പക്ഷേ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി തരുന്നത് ആർക്കേഡ് സിസ്റ്റങ്ങളായിരുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ അതിവേഗം വളരുന്ന കമ്പനിയായി 1980കളിൽ അഡാരി മാറിയിരുന്നു. എന്തിന് ലോകം കണ്ട ഏറ്റവും വലിയ ടെക് ജീനിയസ് ആയ സ്റ്റീവ് ജോബ്സ് പോലും അഡാരി കമ്പനിയിലെ ടെക്നീഷ്യൻ ആയിരുന്നു എന്നതാണ്. എന്നാൽ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗെയിമിംഗ് കമ്പനിയായിരുന്ന അഡാരി പിന്നീട് വൻ തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. 1981 അന്ന് വലിയ സക്സസ് ആയ ജപ്പാനിലെ നാംകോ എന്ന കമ്പനി നിർമ്മിച്ച പാക്മാൻ എന്ന ഗെയിം തങ്ങളുടെ അഡാരി കൺസോളുകൾ പ്രവർത്തിപ്പിക്കുന്നതിനായി ലൈസൻസ് മേടിച്ചെടുക്കുകയും എന്നാൽ ഇതിനെ തുടർന്ന് കമ്പനി സാമ്പത്തികപരമായി തകരാനും തുടങ്ങിയിരുന്നു. ഇവിടെ ഇത്രയും വലിയ കമ്പനിയുടെ തകർച്ചയിൽ സംഭവിച്ചത് ഒരു മിസ് മാനേജ്മെന്റ് മൂലമാണ്, അല്ലെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ്. അതായത് പാക്മാൻ എന്ന ഗെയിം അഡാരി റിലീസ് ചെയ്തതിനു ശേഷം വലിയ വിജയമായിരുന്നു. പക്ഷെ നിർമ്മിക്കുന്ന എല്ലാ കാർട്രേജുകളും ആളുകൾ വാങ്ങുമെന്ന നിശ്ചയദാർഢ്യം കൊണ്ടെത്തിച്ചത് വലിയൊരു തകർച്ചയിലേക്കായിരുന്നു. അതുപോലെ തന്നെ അഡാരിയുടെ ഗെയിമിംഗ് കൺസോളും ഗെയിമിന്റെ ക്വാളിറ്റിയും ആളുകളെ അസ്വസ്ഥപ്പെടുത്താനും തുടങ്ങിയിരുന്നു. ഏകദേശം 5 മില്യണോളം കാർട്രേജുകളാണ് വിറ്റുപോകാതെ കെട്ടിക്കിടന്നത്. അതായത് അമേരിക്കയുടെ കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയായിരുന്നു 1983 അദാരിക്കും ഗെയിം ഇൻഡസ്ട്രിക്കും സംഭവിച്ചത്. എന്നാൽ ഏകദേശം ഈ സമയത്ത് തന്നെ ജപ്പാനിൽ ഗെയിമിംഗ് ഇൻഡസ്ട്രി അതിവേഗം വളർന്നുകൊണ്ടിരുന്നു. അഡാരിയുടെ തകർച്ചയ്ക്ക് ശേഷം ഏകദേശം മാസങ്ങൾക്ക് ശേഷമാണ് മാരിയോയും ഡെക് ഹണ്ടും ജപ്പാനിൽ റിലീസ് ചെയ്യുന്നത്. ഈ രണ്ട് ഗെയിമും ജപ്പാനിൽ വലിയ വിജയമായി മാറി. ഏകദേശം 6 മില്യൺ ഗെയിമിംഗ് കോപ്പികളാണ് മാരിയോ മാത്രമായി വിറ്റുപോയത്. സൂപ്പർ മാരിയോ നിർമ്മിച്ചത് ജപ്പാനിലെ നിന്റൻഡോ എന്ന കമ്പനിയാണ്. തുടക്കത്തിൽ കാർഡ് പ്ലേയിങ് കമ്പനിയും ടോയ്സ് കമ്പനിയുമായി തുടങ്ങിയ നിന്റൻഡോ സൂപ്പർ മാരിയോ ഗെയിമിന് ശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗെയിമിംഗ് കമ്പനിയായി നിന്റൻഡോ മാറി. അത് മാത്രമല്ല, നമ്മുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുമറന്ന പോപ്പോയുടെയും ഗെയിമുകൾ അന്ന് തന്നെ ജപ്പാനിൽ വലിയ ഹിറ്റായി മാറിയിരുന്നു. എന്നാൽ മാരിയോ മാത്രമായിരുന്നില്ല, ഡെക് ഹണ്ട് എന്ന ഗെയിമും ആളുകൾക്ക് ഗെയിമിംഗ് എന്നൊരു അനുഭവം മറ്റൊരു തലത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ മികച്ച നിലവാരം പുറത്തുന്ന ഗെയിം ക്വാളിറ്റിയും ആളുകളെ പിടിച്ചിരുത്തുന്ന ശബ്ദവും ഗെയിം ക്രമീകരണവും അപ്പോൾ നിലവിലുള്ള ഗെയിമുകളെക്കാൾ വിലക്കുറവിൽ നിന്റൻഡോയുടെ ഫാമിലി കോം കൺസോളുകളും ഗെയിം കാർട്രേജുകളും കിട്ടുന്നത് കൊണ്ട് തന്നെ നിന്റൻഡോ ഗെയിമുകൾ ജപ്പാനിൽ വലിയ സക്സസ് ആയിരുന്നു. എന്നാൽ മാരിയോയും ഡെക് ഹണ്ട് എന്ന ഗെയിമും ജപ്പാനിൽ മാത്രമായി ഒതുക്കി നിർത്താൻ അവർ തയ്യാറായിരുന്നില്ല. അമേരിക്കയിലെ ഗെയിം ഇൻഡസ്ട്രിയുടെ തകർച്ച മനസ്സിലാക്കിയ അവർ നിന്റൻഡോയുടെ ഏറ്റവും വലിയ സക്സസ് ആയ മാരിയോയും ഡെക് ഹണ്ടും അമേരിക്കയിൽ റിലീസ് ചെയ്തു. അമേരിക്കയിലെ അദാരിയുടെ തകർച്ചയ്ക്ക് ശേഷമുള്ള അതും വലിയ ഗെയിമിംഗ് കസ്റ്റമേഴ്സ് ഉള്ള ഒരു മാർക്കറ്റിലേക്കാണ് നിന്റൻഡോ മാരിയോ ഗെയിം റിലീസ് ചെയ്തത്. അതായത് ഏകദേശം പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് തങ്ങളുടെ കോർപ്പറേറ്റ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നിന്റൻഡോയ്ക്ക്
വളരെ വേഗം സാധിച്ചു എന്നതാണ്. മാരിയോയുടെ ഏകദേശം 29 മില്യൺ കോപ്പികളാണ് അമേരിക്കയിൽ മാത്രം വിറ്റുപോയത്. അപ്പോഴും പല വൻകിട കമ്പനികളുമായി പുതിയ ഗെയിമിംഗ് കൺസോളുകൾ നിർമ്മിക്കാനായി നിന്റെൻഡോ തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ CD-ROM ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിന്റെൻഡോ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായി ഒരു വൻകിട കോർപ്പറേറ്റ് കമ്പനിയുമായി കോൺട്രാക്ട് വെക്കുകയും ആ കമ്പനി പോലും അറിയാതെ നിന്റെൻഡോ ഫിലിപ്സ് എന്ന കമ്പനിയുമായി അതേ കരാർ വെക്കുകയും ഈ കമ്പനിയെ പരിഹാസ്യമായി മാറ്റുകയും ചെയ്തു. പിന്നീട് ആ കരാറിൽ നിന്ന് ആ കമ്പനി പിന്മാറുകയും അതിന്റെ ഒരു പ്രതികാരം എന്ന പോലെ അവർ ഒരു ഗെയിമിംഗ് പ്ലേ സ്റ്റേഷൻ നിർമ്മിക്കുകയും അത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട ഒരു പ്രൊഡക്റ്റായി മാറുകയും ചെയ്തു എന്നതാണ് ചരിത്രം. അന്ന് ഡീൽ തെറ്റിച്ച ആളുകളുടെ മുന്നിൽ നിന്റെൻഡോ പരിഹാസ്യമാക്കിയത് സോണി എന്ന കോർപ്പറേറ്റ് കമ്പനിയായിരുന്നു. അപ്പോഴും തങ്ങളുടെ പ്രോജക്റ്റ് വളരെ വിജയകരമാകുന്ന പ്രതീക്ഷയുമായി നിന്റെൻഡോ മുന്നോട്ട് പോയെങ്കിലും ഫിലിപ്സുമായി കോൺട്രാക്ട് ചെയ്ത പ്ലേ സ്റ്റേഷൻ പ്രോജക്റ്റ് നിന്റെൻഡോ ക്യാൻസൽ ചെയ്യുകയും എന്നാൽ ഫിലിപ്സ് ആ റൈറ്റ് ഉപയോഗിച്ച് ഫിലിപ്സ് CDI എന്ന പേരിൽ കൺസോൾ ഇറക്കുകയും അത് മാർക്കറ്റിൽ ഒരു പൂർണ്ണ പരാജയമാകുകയും ചെയ്തു. ബിസിനസ്സിലെ ഒരു പ്രതികാരം എന്ന നിലയിൽ ചെയ്ത സോണി നിർമ്മിച്ച പ്ലേ സ്റ്റേഷനാണ് സോണി എന്ന കോർപ്പറേറ്റ് കമ്പനിയുടെ ഏറ്റവും വിജയകരമായതും അതുപോലെ തന്നെ ലാഭവും നേടിക്കൊടുത്തൊരു പ്രൊഡക്റ്റ് എന്നത്. സൂപ്പർ മാരിയോ, ഡക്ക് ഹണ്ട് പോലെയുള്ള വലിയ ലാഭം നേടിക്കൊടുത്ത അല്ലെങ്കിൽ ഒരു സമയത്ത് തകർന്നടിഞ്ഞ ഗെയിമിംഗ് ഇൻഡസ്ട്രിയെ പിന്നെയും വളർത്തിക്കൊണ്ടുവന്ന നിന്റെൻഡോ പോലെയുള്ള ഒരു കമ്പനിയുടെ ചില തീരുമാനങ്ങൾ ഒരു വലിയ സാധ്യതയ്ക്ക് അവസരമൊരുക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതാണ്. അന്ന് തമ്മിൽ കരാറുമായി ഒരുമിച്ച് നിന്ന നിന്റെൻഡോയും സോണിയും ഇന്ന് ഗെയിമിംഗ് പ്ലേ സ്റ്റേഷൻ രംഗത്ത് തമ്മിൽ നടക്കുന്നത് വലിയ കോമ്പറ്റീഷനാണ്.